അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും പടച്ചവനാണ്. ഈ ഭൂമിയിൽ സുഖകരമായ നമ്മുടെ ജീവിതത്തിനാവശ്യമായ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിത്തന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും അവസരങ്ങൾ നൽകിയിരിക്കുന്നു, ഒരു അവധി വരെ മാത്രം. അല്ലാഹു ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവധി എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും തിരിച്ചു വിളിക്കും. ഒരാൾക്കും ഒരാളെയും സഹായിക്കാനാവാത്ത ആ സന്ദർഭത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ സന്തോഷപൂർവം കണ്ടുമുട്ടുവാൻ സാധിക്കുന്ന, തഖ്വയോടുകൂടി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചാരംഭം മുതൽ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ഓരോ പ്രവാചകനും അവർ നിയുക്തരായ സമൂഹത്തെ സംസ്കരിച്ചെടുക്കുകയാണ് ചെയ്തത്. പല തരത്തിലുള്ള, പല അളവിലുള്ള അധർമ്മങ്ങളിൽ, മാർഗഭ്രംശങ്ങളിൽ അകപ്പെട്ടവരായിരുന്നു അതത് കാലത്തെ ജനതകൾ. പ്രവാചകന്മാർ ആ മനുഷ്യരെ സംസ്കരിച്ചെടുത്തത് എങ്ങനെയാണ്? വിശുദ്ധ ഖുർആൻ വളരെ സംക്ഷിപ്തമായിട്ട് പ്രവാചകന്മാരുടെ പ്രബോധനം എടുത്ത് പറയുന്നുണ്ട്. അവരൂന്നി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വഴിപ്പെടേണ്ടത്, നിങ്ങൾ കീഴ്പ്പെടേണ്ടത് ഒരൊറ്റ ശക്തിയുടെ മുമ്പിൽ മാത്രമാണ്. റബ്ബക്കും, നിങ്ങളെ പടച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിന് മാത്രമേ കീഴ്പ്പെടാവൂ എന്നാണ് അവരുടെ ഒന്നാമത്തെ ആഹ്വാനം. വളരെ ശക്തമായി സംസ്കരണം സാധിച്ച പ്രധാനപ്പെട്ട മറ്റൊന്ന്, നിങ്ങൾക്ക് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതാണ്. മരണാനന്തരം നിങ്ങളുടെ സൃഷ്ടാവിന്റെ മുമ്പിൽ ഈ ലോകത്ത് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾക്ക് കൃത്യമായ മറുപടി പറയേണ്ടി വരും എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് കാലത്തെയും മനുഷ്യരെ സംസ്കരിച്ചെടുക്കുവാൻ, ഏതൊക്കെ ഭാഗങ്ങളിൽ അവരേതൊക്കെ ഭാഷ സംസാരിക്കട്ടെ, ലോകത്തിന്റെ ഏതൊക്കെ ഭൂഖണ്ഡങ്ങളിൽ താമസിക്കട്ടെ, എത്രമാത്രം പരിഷ്കൃതരാവട്ടെ അപരിഷ്കൃതരാവട്ടെ, അവർക്കൊക്കെ അവരെ കൃത്യമായ സംസ്കാരത്തിലേക്ക്, ശരിയായ ധാർമ്മികമായ ഉന്നതിയിലേക്ക്, സമാധാനപൂർണമായ ഐശ്വര്യപൂർണമായ ജീവിതത്തിലേക്ക് അവരെ ഉയർത്തിയത്, അതിനടിത്തറ കൊടുത്തത് പരലോകത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്, മരണശേഷമുള്ള ജീവിതത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. എന്തിന്? സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ എന്നാണ്. വല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, വിശ്വാസികളുടെ സവിശേഷതകൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്നു അവർ ഗൈബിൽ വിശ്വസിക്കുന്നു, അദൃശ്യമായ കാര്യങ്ങൾ. അല്ലാഹു അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളിൽ അവർ വിശ്വസിക്കുന്നു, അവർക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിക്കുന്നു. ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അവർക്ക് ഏറ്റവും ഉറപ്പ്, അവർ ആഖിറത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. യൂഖിനൂൻ എന്ന് യഖീൻ, അത് പ്രത്യേകം പറഞ്ഞതായിട്ട് പല സ്ഥലങ്ങളിൽ കാണാം. നമ്മുടെ സമൂഹത്തെ, സമകാലിക സമൂഹത്തെ എടുത്ത് പരിശോധിച്ചാൽ എന്താണ് തകരാറ് എന്ന് ചോദിച്ചാൽ
ഇത്ര മികച്ച ഒരു വേദഗ്രന്ഥം കയ്യിലുള്ള, ലോക നേതാവിന്റെ നേതൃത്വം അംഗീകരിക്കുന്ന മഹത്തായ ഒരു ദർശനത്തിന്റെ അനുയായികൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ആളുകൾ അതിനെ സംബന്ധിച്ച് എത്തിച്ചേരുന്ന ഒരു നിഗമനം ആഖിറത്തിൽ വിശ്വാസം കുറഞ്ഞതുപോലെയാണ്, പരലോകത്തിൽ വിശ്വാസമില്ലാത്തതുപോലെയാണ് പ്രവർത്തനങ്ങൾ. എത്രത്തോളം എന്നാൽ ദീനീ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ പോലും, തങ്ങളുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം പോലും ദീനീ പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ പറയുന്ന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നവർ പോലും എന്താ ഇവർക്ക് പരലോകത്തിൽ വിശ്വാസമില്ലേ എന്ന് ചോദിച്ചു പോകുന്ന തരത്തിലുള്ള പണികളാണ് ചിലപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ സംബന്ധിച്ച് നിരന്തരം വിശുദ്ധ ഖുർആനിന്റെ ഓരോ താളുകളിലും അടിക്കടി ഓർമ്മിപ്പിക്കുന്നു. അത് നഷ്ടപ്പെട്ടാൽ പോയി. ഏറ്റവും പ്രധാനമായി ഒരു മനുഷ്യന്റെ സംസ്കരണം നടക്കുന്നത് അതിലൂടെയാണ് എന്ന് മാത്രമല്ല, പരലോക വിശ്വാസത്തെ സംബന്ധിച്ചുള്ള വികലമായ ചില ധാരണകളുണ്ട് ആളുകൾക്ക്. എക്കാലത്തും ഉണ്ട്, ഈ കാലത്തും ചില ആളുകൾ അങ്ങനെ വെച്ച് പുലർത്തുന്നുണ്ട്. അതെന്താ? പരലോകത്തെത്തിയാലും ഞങ്ങൾ രക്ഷപ്പെടും, അവിടെയും ഞങ്ങൾ കഴിച്ചിലാവും, ഞങ്ങൾക്ക് ചില ആളുകളൊക്കെ ഉണ്ട് എന്നുള്ള വളരെ തെറ്റായ ഒരു ധാരണ. ആ ധാരണയെ ഖുർആൻ തിരുത്തുന്നുണ്ട്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, ആ ദിവസത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് ഇല്ല, നിങ്ങളുടെ പ്രതീക്ഷ പോലെ ഏതെങ്കിലും ആളുകൾ നിങ്ങളെ രക്ഷിക്കാനെത്തില്ല. ലാ യൻഫഉ മാലും വലാ ബനൂൻ, നിങ്ങൾ വലിയ സമ്പന്നരായിരിക്കാം, നിങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സമ്പത്ത് ഏതെങ്കിലും അർത്ഥത്തിൽ ഗുണം ചെയ്യില്ല. നിങ്ങൾ ഏറെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന, എല്ലാവിധത്തിലുള്ള സംരക്ഷണവും നൽകിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ രക്ഷക്കെത്തുകയില്ല. ലാ യൻഫഉ വലാ മാലും വലാ ബനൂൻ. ശുപാർശയെ സംബന്ധിച്ച് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്താലും ഞങ്ങൾക്ക് വേണ്ടി പറയാൻ ആളുണ്ട് എന്നുള്ള തെറ്റായ ധാരണ പുലർത്തുന്നു. മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. പരലോകത്തിൽ അങ്ങോട്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ, പരലോകത്തിന്റെ വിശ്വാസം ശരിയായ വിശ്വാസമായി തീരണമെങ്കിൽ, ഒരു മനുഷ്യനിൽ പരലോകത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള അയാളുടെ പ്രഖ്യാപനം അയാളെ സംസ്കാര സമ്പന്നനാക്കി തീർക്കണമെങ്കിൽ വികലമായ വിശ്വാസം പാടില്ല. എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട് എന്നുള്ളത് വികലമായ ധാരണയാണ്. ആ വികലധാരണ വെച്ച് പുലർത്തുന്നവർ യഥാർത്ഥത്തിൽ പരലോകത്തിൽ വിശ്വസിക്കുന്നവരല്ല. ശുപാർശ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നതും അള്ളാഹു തിരുത്തുകയാണ്. മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. ആരാ നിങ്ങൾക്ക് ശുപാർശ പറയാൻ? അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ആരാണ് നിങ്ങളുടെ ശുപാർശക്കുള്ളത്? ഇത് എല്ലാ കാലത്തെയും ആളുകളെ ബാധിച്ച ചില വികലമായ ധാരണകൾ. നമ്മുടെ ഇടയിൽ നമ്മൾ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഈ പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം ഒഴിവാക്കി പള്ളിയിൽ തന്നെ വന്നിരിക്കണം. പരലോകത്ത് എന്നെ രക്ഷപ്പെടുത്തും, അല്ലെങ്കിൽ പരലോകത്ത് എനിക്ക് രക്ഷ പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വെറും നമ്മൾ മതപരമെന്ന് വിശേഷിപ്പിക്കുന്ന ആചാരകർമ്മങ്ങൾ മാത്രം ചെയ്യാനാണോ? അല്ല സഹോദരങ്ങളെ, നമ്മൾ വ്യത്യസ്ത പണികളിൽ ഏർപ്പെട്ടവരാണല്ലോ. തൊഴിലാളികളുണ്ട്, അതുപോലെ തന്നെ മാസവേതനത്തിന് ജോലി ചെയ്യുന്ന അധ്യാപകരും അതുപോലുള്ള ജീവനക്കാരും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വമ്പിച്ച ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ ആളുകൾക്കൊക്കെയാണ് പരലോകത്തെ സംബന്ധിച്ച് അള്ളാഹു താക്കീത് ചെയ്യുന്നത്. എന്താ പരലോകം മെച്ചപ്പെടുത്താൻ പണി? തൊഴിലാളി അയാൾ ചെയ്യുന്ന തൊഴിലിനെ സംബന്ധിച്ചൊരു ധാരണ അയാൾക്ക് വേണമെന്നാണ്. അതെന്താന്ന് ചോദിച്ചാൽ, എനിക്ക് ഇത് മാത്രമല്ല, എനിക്ക് റബ്ബിനെ കണ്ടുമുട്ടേണ്ടതുണ്ട്. എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനെ ഞാൻ കണ്ടുമുട്ടേണ്ടി വരും, അവിടെ മറുപടി ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള ധാരണയോടുകൂടി പ്രവർത്തിക്കുകയാണ്. എല്ലാ പണി നിർത്തിവെക്കണ്ട, ഒക്കെ തുടരാം. നമുക്ക് സംഭവിച്ചത് ധാരണ മാറിപ്പോയതാണ്. പരലോകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേറെ ചില കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം, ഇത് വേറെ ചെയ്യാം. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ഓരോ കർമ്മങ്ങളും സംസ്കരിച്ചെടുക്കുക ചെയ്യുന്നു.
ആ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണികളൊക്കെ ചെയ്യാം. പക്ഷെ ഒരു ധാരണ ഉണ്ടാവണം, ഒരു ബോധം. അത് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ എന്നാണ്. പരലോകത്തെ സംബന്ധിച്ച് ഞാൻ ഈ ചെയ്യുന്ന പണിക്ക്, അത് ഏത് മേഖലയാവട്ടെ, അതിന് അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമല്ലോ എന്നുള്ള ബോധം. അങ്ങനെ ഉണ്ടാവുമ്പോൾ ബിസിനസ്സുകാരൻ എടുക്കുന്ന ഓരോ പൈസയും, അവൻ സമ്പാദിക്കുന്ന, അവൻ ഒരുക്കൂട്ടുന്ന ഓരോ മുതലിനും മറുപടി പറയേണ്ടി വരുമെന്നുള്ള ബോധം ഉണ്ടാവും. അവിടെയാണ് അവന്റെ ബിസിനസ് ശുദ്ധീകരിക്കപ്പെടുന്നത്. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ഇത് ആരും നോക്കാനില്ലെങ്കിലും ചെയ്യേണ്ട പണി വൃത്തിയോടുകൂടി ചെയ്യുക എന്നുള്ളത് റബ്ബ് കാണുന്നുണ്ട്. ഇവിടെ നിന്ന് ആരും ചോദിച്ചിട്ടില്ലെങ്കിലും അവിടെ മറുപടി പറയേണ്ടി വരുന്നൊരു സദസ്സുണ്ട് എന്നുള്ളൊരു ധാരണ. ഇതാരാ ഉണ്ടാക്കുക? ഈ ധാരണ ഉണ്ടാക്കിയെടുക്കുവാൻ, മനുഷ്യർക്ക് ഈ വിശ്വാസത്തെ പകർന്നു കൊടുക്കുവാനാണ് പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളിൽ അയച്ചുകൊണ്ടിരുന്നത്. അതവർ പറയുക ചെയ്യാം. ഈ വിശ്വാസം ഉണ്ടാവേണ്ടത് എന്റെ ഹൃദയത്തിലാണ്, എന്റെ മനസ്സിലാണ്. അതിനെ പുറത്തുനിന്ന് ഏതെങ്കിലും അർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യിക്കുവാൻ, ഉണ്ടാക്കിയെടുക്കാൻ മാർഗമൊന്നുമില്ല. എനിക്ക് വേണം. നമ്മൾ ആത്മപരിശോധന നടത്തേണ്ട ഒരു സംഗതി ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, ദീനീ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന പണിയെടുക്കുന്നവർക്ക് പോലും ഒരുപക്ഷെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ള ബോധമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. ജൂതന്മാരെ സംബന്ധിച്ച്, വേദക്കാരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ അവരുടെ ചില അബദ്ധ ധാരണകൾ തിരുത്തുന്നുണ്ട്. അവർ പറഞ്ഞിരുന്നത് ലൻ യദ്ഖുലൽ ജന്ന വഖാലു ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസ്വാറ തിൽക അമാനിയുഹും ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സ്വാദിഖീൻ ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ് വഹുവ മുഹ്സിനുൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. വേദക്കാരുടെ വിചാരം, അവർ പറഞ്ഞിരുന്നത്, പ്രചരിപ്പിച്ചിരുന്നത്, ഞങ്ങളെ നരകം സ്പർശിക്കില്ല എന്ന്. ലൻ തമസ്സനന്നാറു ഇല്ല അയ്യാമം മഅദൂദ. ഞങ്ങൾ നരകത്ത് പോവില്ല, പോയാൽ തന്നെ കുറച്ച് ദിവസം, എണ്ണപ്പെട്ട ദിനങ്ങൾ മാത്രം. മറ്റൊരിക്കൽ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസ്വാറ. യഹൂദികളും നസാറാക്കളും അല്ലാതെ ആരും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നമ്മളിപ്പോ മുസ്ലിം സമുദായം അല്ലാതെ സ്വർഗത്ത് പോവില്ല എന്ന് പറഞ്ഞാലുള്ള മാതിരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ ധാരണ തിരുത്തു നോക്കുക. തിൽക അമാനിയുഹു, അവർ പറഞ്ഞോട്ടെ, സ്വർഗത്തിൽ കടക്കൽ ജൂതന്മാരും നസ്വാറാക്കളും മാത്രമാണ്, ക്രിസ്ത്യാനികളുമാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ വ്യാമോഹമാണ്, അവരുടെ ഒരു പൂതിയാണ്. തിൽക അമാനിയുഹു ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സ്വാദിഖീൻ. അവരോട് പറയേണ്ടത്, ഈ പറയുന്നത് നിങ്ങൾ സത്യസന്ധമായിട്ടാണെങ്കിൽ തെളിവ് കൊണ്ടുപോവാ. വേറൊരു സ്ഥലത്ത് പറയുന്നത് ഫതമന്നവുൽ മൗത്ത് എന്നാണ്. നിങ്ങളിങ്ങനെ പറയുന്ന കാര്യം സത്യസന്ധമാണെങ്കിൽ, സ്വർഗം നിങ്ങൾക്കാണ് എങ്കിൽ നിങ്ങൾ വേഗം മരിക്കാനല്ലേ ആഗ്രഹിക്കേണ്ടത്? മരിച്ചാൽ എന്ത് സുഖ, നേരെ സ്വർഗത്തിലേക്കല്ലേ പോവാ. എന്നിട്ട് ഖുർആൻ തന്നെ പറയാ, വലൻ യതമന്നൗഹു അബദ, ഒരിക്കലും ബിമാ ഖദ്ദമത് ഐദീഹിം, ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും അവർ മരണത്തെ ആഗ്രഹിക്കുകയില്ല, ഒരിക്കലും കൊതിക്കുകയില്ല. വേദക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന സ്വർഗം അവർക്കുള്ള, ജൂതന്മാരും ക്രിസ്ത്യാനികളും മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന്. അല്ലാഹു പറഞ്ഞു, ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ് വഹുവ മുഹ്സിനുൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ല, ഇതവരുടെ പൂതിയാണ്, കാര്യം അങ്ങനെയല്ല. ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ് വഹുവ മുഹ്സിൻ, ആരാണോ തങ്ങൾ അള്ളാഹുവിന് പൂർണ്ണമായിട്ടും കീഴൊതുങ്ങുന്നവൻ, സമ്പൂർണമായിട്ട് സർവശക്തനായ നാഥന് കീഴ്പ്പെടുന്നവനാരോ, ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, തന്റെ മുഖത്തെ അള്ളാഹുവിന് വിധേയമാക്കിയവൻ, വഹുവ മുഹ്സിൻ, വളരെ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഏറ്റവും മികവാർന്ന രൂപത്തിൽ സർവശക്തനായ നാഥന് കീഴ്പ്പെട്ടവൻ, ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവനാണ്
റബ്ബിങ്കൽ പ്രതിഫലമുള്ളത്. അവർക്ക് ഒന്നും ഭയപ്പെടാനില്ല. ഈ സമുദായത്തിൽ പിറന്നു എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകൂല എന്നാണ് അപ്പറഞ്ഞത് ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും. സാമുദായികമായിട്ട് തീരുമാനിക്കുന്നതല്ല സ്വർഗപ്രവേശനമെന്ന്. വേണ്ടത് അല്ലാഹു നിർദ്ദേശിച്ച തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. സഹോദരന്മാരെ, നമ്മുടെ ഇടയിൽ ചില ആളുകളെ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ നല്ലൊരു വിഭാഗം എടുത്തു നോക്കി നമുക്ക് കാണാൻ കഴിയും, നമസ്കാരമുണ്ട്, നമസ്കരിക്കുന്ന ആളുകളാണ്. നോമ്പിന്റെ കാലത്തൊക്കെ വളരെ സജീവമായിട്ട് നോമ്പിനൊക്കെ എടുക്കുന്ന ആളുകളാണ്. പക്ഷെ അയാളുടെ ബിസിനസ്സിൽ, അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ ഇടപാടുകളിൽ, മേഖലകളിൽ ഒരു പേടിയില്ലാത്തതുപോലെ ലാഭം എന്നുള്ള കാര്യം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഭൗതികമായിട്ട് എങ്ങനെയൊക്കെയാണോ വാരിക്കൂട്ടാൻ കഴിയുക ആ രൂപത്തിലാണ് അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ അയാളുടെ തകരാറ്? അവിടെയാണ് ആ മനുഷ്യന്റെ സംസ്കാരം, അയാളുടെ സംസ്കരണം, ധാർമ്മികമായ ഉന്നതി തടസ്സപ്പെട്ടിരിക്കുന്നത്. പടച്ച റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഹാജരാക്കപ്പെടും. വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ, ഈ ദുനിയാവിനേക്കാൾ പ്രധാനം പരലോകമാണ്, ആഖിറത്താണ് എന്നുള്ള വിശ്വാസം അയാൾക്ക് ഇല്ലാതെ പോയതല്ലേ? അയാളെ സംബന്ധിച്ച് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ എന്ന് പറയാൻ കഴിയോ? പരലോകത്തിൽ അയാൾ ദൃഢവിശ്വാസമുള്ളവനാണ് എന്ന് പറയാൻ കഴിയും? ഇതാണ് നമ്മെയൊക്കെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നം, അടിസ്ഥാന പ്രശ്നമായി. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ ദീനീ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തനം നടത്തുമ്പോൾ പോലും പടച്ചവനെ, ഈ നടത്തുന്ന പ്രവർത്തനത്തിന്റെ പ്രതിഫലം നിന്റെ അടുത്ത് എനിക്ക് ലഭ്യമാവണം എന്നുള്ള അതിശക്തമായ ആഗ്രഹമില്ലാത്തതുപോലെ തോന്നും ചില പണികൾ കണ്ടാൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ഉത്തമരായ വിശ്വാസികളുടെ ചില മഹനീയമായ മാതൃകകൾ നമുക്ക് ലഭ്യമാണ്. ഒരു സ്വഹാബി പ്രവാചകനോട് ചോദിക്കുകയാണ്, ബദറിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രവാചകരെ, എനിക്ക് സ്വർഗം ലഭിക്കാതിരിക്കാനുള്ള ഒരു കാരണം, ഏക കാരണം, ഞാനിപ്പോ തിന്നുകൊണ്ടിരിക്കുന്ന ഈ കാരക്കങ്ങട്ട് ഒഴിവാക്കിയിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി പടവെട്ടി രക്തസാക്ഷിയാവാത്തത് മാത്രമാണോ ഞാനും സ്വർഗവും തമ്മിലുള്ള ആകെയുള്ള തടസ്സം എന്നാ ചോദ്യം. എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങി രക്തസാക്ഷിയാൽ എനിക്ക് സ്വർഗം കിട്ടുമോന്നാ പ്രവാചകൻ പറഞ്ഞു. അതെ, ലഭ്യമാണ്, ഉറപ്പാണ്. അയാൾ കൊതിച്ചത് സ്വർഗമാണ്. നമ്മൾ എന്താണ് കൊതിക്കുന്നത്? നമ്മൾ റമളാനിൽ ചോദിക്കാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. ചിലപ്പോൾ റമളാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത റമളാനിലേ ഓർമ്മ വരുള്ളൂ ആ ചോദ്യം തന്നെ. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ചില തകരാറുകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പരലോകത്തിലുണ്ട്, ജന്നത്തുണ്ട്, ജഹന്നമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. എനിക്ക് സ്വർഗമാണ് വേണ്ടത് എന്ന് കൃത്യമായ ധാരണയുള്ളവൻ ഒരു നിമിഷവും പാഴാക്കില്ല. അയാളുടെ ഓരോ പ്രവർത്തനം, ഏതൊക്കെ മേഖലകളിൽ തൊഴിലെടുക്കുന്ന ആളാണെങ്കിലും ശരി, എന്തൊക്കെ ബിസിനസ്സുകളിൽ വ്യാപൃതനാണെങ്കിലും ശരി, ആ സന്ദർഭത്തിലൊക്കെ പടച്ചവനെ, എന്റെ ആഖിറം നഷ്ടപ്പെടുത്തുന്ന പണിക്ക് ഞാനില്ല എന്നയാൾ തീരുമാനിച്ചിരിക്കും. അത് കൊല്ലത്തിലൊരിക്കൽ റമളാനിൽ ചോദിക്കാനുള്ള പണിയല്ല. നരകത്തിന്റെ ഭയാനകതകളെ സംബന്ധിച്ച് നിരന്തരമായി ഖുർആൻ പറയുന്നുണ്ടല്ലോ. നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കുക, പടച്ച റബ്ബേ, ഇത്തരം ഭീകരമായ ഭയാനകമായ ആ നരകാഗ്നിയിൽ എന്നെ നീ ഉൾപ്പെടുത്തല്ലേ എന്ന് പറയാതിരിക്കുവാൻ എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് സാധിക്കുക? അതുകൊണ്ട് സത്യവിശ്വാസികളുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതലായിട്ട് വരേണ്ട സംഗതി സ്വർഗം ലഭ്യമാവണമെന്നുള്ള അതിശക്തമായ ആഗ്രഹമാണ്. നരകാഗ്നിയിൽ നിന്നും കാത്തു രക്ഷിക്കണമെന്നുള്ള കടുത്ത, അതിനെ സംബന്ധിച്ചുള്ള വല്ലാത്ത ഒരു ആഗ്രഹമാണ്. നരകാഗ്നിയിൽ നിന്നും കാത്തുരക്ഷിക്കണമെന്നുള്ള വലിയൊരു പ്രതീക്ഷയാണ്. അതിനെ സംബന്ധിച്ചാണ് ഖുർആൻ അവരുടെ പ്രാർത്ഥന പറയുന്നത്, യദ്ഉന റബ്ബക്കും ഖൗഫൻ വതമഅൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വികാരം ഉണ്ടാവാറുണ്ടോ? ഖൗഫ്, തമഅ, ഭയമാണ്. നരകത്തെ സംബന്ധിച്ചുള്ള ഭയം, അള്ളാഹുവിന്റെ ശിക്ഷകളെ സംബന്ധിച്ചുള്ള പേടിയാണ്. പടച്ചവനെ,
നീ അതിൽ നിന്ന് രക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒരാൾക്കും എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല എന്ന്. അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന അപാരമായ പ്രതിഫലങ്ങളിലുള്ള വമ്പിച്ച പ്രതീക്ഷയാണ്. ആ വികാരമാണ് സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. സഹോദരി സഹോദരന്മാരെ, നമ്മൾ വ്യത്യസ്തമായ രൂപത്തിൽ പല മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബം, നമ്മുടെ ജോലി, നമ്മുടെ വിദ്യാഭ്യാസം, ഇടപെടുന്ന സകല മേഖലകൾ, ഈ അർത്ഥത്തിൽ ഈ ഒരു ധാരണ നമുക്ക് അടിസ്ഥാനപരമായിട്ടുണ്ടെങ്കിൽ അവിടങ്ങളിലൊക്കെ വമ്പിച്ച സംസ്കരണം നമുക്ക് സാധ്യമാവുന്നതായിട്ട് കാണാൻ കഴിയും. എവിടെയാണ് തകരാറ് എന്ന് നമ്മൾ പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തഖികളായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.